ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോദിജി തൃശ്ശൂർ കഴിഞ്ഞ ദിവസം ഏകദേശം 2 ലക്ഷത്തോളം വരുന്ന കേരളത്തിലെ സ്ത്രീകളോട് സംസാരിച്ചു. സ്റ്റേജിൽ വളരെയധികം പ്രമുഖരായ കേരളത്തിലെ സ്ത്രീകൾ അണിനിരന്നിരുന്നു. ആ കൂടെ ശോഭന എന്ന നടിയും ഉണ്ടായിരുന്നു. കേരളത്തിലെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന നടിയാണ് ശോഭന. അവരുടെ അഭിനയത്തെ ആരും കുറ്റം പറഞ്ഞു കണ്ടിട്ടില്ല. നവകേരള സമയത്ത് മുഖ്യമന്ത്രിയുടെ ആ യാത്രയിൽ ഒരു സ്റ്റേജിൽ ശോഭന പ്രത്യക്ഷപ്പെട്ടു. ഇടതുപക്ഷ ചിന്താഗതിക്കാർ കരുതിയിരുന്നത് അവർ ഒരു കമ്മിയാണ് എന്ന് തന്നെയാണ് അവർ വിശ്വസിച്ചിരുന്നത്. പക്ഷെ ആ വിശ്വാസം തെറ്റി. കഴിഞ്ഞ ദിവസം മോഡിയോടൊപ്പം സ്റ്റേജിൽ അവർ മറ്റ് പ്രമുഖരായ സ്ത്രീകളോടൊപ്പം ഇരുന്നു. അവർ 4 മിനിറ്റ് സംസാരിച്ചു. ആ സംസാരത്തിൽ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ മോദിജിയെ പ്രകീർത്തിച്ച് സംസാരിച്ചു. വനിതാ ബില്ല് അവതരിപ്പിച്ച് പാസ്സാക്കിയതിന് അതിയായ നന്ദി രേഖപ്പെടുത്തി. ഇടതുപക്ഷ ചിന്താഗതിക്കാർ വിചാരിച്ചിരുന്നത് അവരൊരു കമ്മിയാണ്, പക്ഷേ ഇപ്പം സംഖ്യ തന്നെയാണ് എന്നവർ മുദ്രകുത്തി. സോഷ്യൽ മീഡിയയിൽ അവർക്കെതിരായി ധാരാളം മോശമായ വാക്കുകൾ ഉപയോഗിക്കുന്ന റിമാർക്സുകൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അവരെ കമ്മികൾ ഒന്നടക്കം അവർക്കെതിരായിട്ട് ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ മോശമായ പദപ്രയോഗം നടത്തുന്നു. അവർ നല്ലൊരു നടിയല്ല എന്നും പറയുന്നുണ്ട്. അവരെ നന്നായിട്ട് തെറി വിളിക്കുകയാണ്. ഇടതുപക്ഷ ചിന്താഗതിക്കാരായ ചിലർ അവരെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി കണ്ടു. നമ്മൾ അവരെ പ്രമുഖർ ഇടതുപക്ഷ ചിന്താഗതിക്കാർ ശാരദാക്കുട്ടിയുണ്ട്, സഖാവ് പ്രേംകുമാറുണ്ട്, പഴയ നക്സലൈറ്റായിരുന്ന ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ജോലിയുണ്ടായി ഇപ്പോൾ ഉള്ള മാധവൻകുട്ടി, അതുപോലെ തന്നെ ആ മാധവൻകുട്ടിയുടെ ഒപ്പം റോഷൻ രവീന്ദ്രനുണ്ടായിരുന്നു. സഖാവ് പ്രേംകുമാറിനെ നമുക്കറിയാം, നടനാണ്. അദ്ദേഹം സർക്കാരിൻ്റെ ചില കമ്പനിയിൽ അല്ലെ സർക്കാരിൻ്റെ ചില ഓഫീസുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ചലച്ചിത്രകാരനാണ്, അറിയാം. പക്ഷേ അതിശക്തമായിട്ട് മലയാളത്തിലെ നല്ലൊരു എഴുത്തുകാരനായ മാധവൻകുട്ടി ഇതിനെ വിമർശിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇടതുപക്ഷക്കാരായ ശാരദാക്കുട്ടി അങ്ങനെ ഉൾപ്പെടെ ധാരാളം പേരുകൾ അവർ ശോഭനയ്ക്കെതിരായി സംസാരിച്ചത് നമ്മൾ കാണുന്നുണ്ട്. ഇത് കേരളത്തിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയയിലുള്ള തെറിവിളിയും അതുപോലെയുള്ള പരാമർശങ്ങൾ നടത്തുന്നത് നമുക്ക് നല്ലതല്ല. കേരളത്തിലെ അന്തരീക്ഷം മലിനമാക്കരുത്. ഇവിടെ തെറിവിളി ആർക്ക് വേണേലും ആർക്കെതിരായിട്ടും പറയാം. നമ്മുടെ സംസ്കാരം താഴോട്ട് പോയിരിക്കുന്നു. അതുകൊണ്ട് ഇതുപോലെയുള്ള യുദ്ധങ്ങൾ, ഇതുപോലെയുള്ള കടന്നുകയറ്റം, ഇതുപോലെയുള്ള സംസാരങ്ങളിൽ നിന്ന് നമ്മൾ പിന്മാറണം. വളരെയധികം സാംസ്കാരികമായി ഉന്നതി നിൽക്കുന്നവരാണ് മലയാളികളെന്നാണ് നാം സ്വയം പറയുന്നതും നാം അഭിമാനിക്കുന്നതും. നന്നായിട്ട് മലയാളികൾക്ക് പെരുമാറാനും സംസാരിക്കാനും അറിയാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനമാണ് നമ്മുടെ. 100% സാക്ഷരത കൈവരിച്ച നമ്മളാണ്. അതുകൊണ്ട് തെറിവാക്കുകളും ഇതുപോലെയുള്ള അപക്വമായ സംസാരങ്ങളും നമ്മൾ നിർത്തണം. പ്രമുഖരായ പലരും അവരവരുടെ രാഷ്ട്രീയ പന്ഥാവിൽ, ആ രാഷ്ട്രീയ ചിന്തയിൽ മറ്റുള്ളവർ കൊണ്ടുവരണമെന്ന് നിർബന്ധം പിടിക്കരുത്. അങ്ങനെ വരാത്തവർ അവർ ഇങ്ങനെയുള്ള തെറിവിളികൾ സോഷ്യൽ മീഡിയയിൽ കൂടി നടത്തരുത്. കുറച്ചുകൂടെ സാംസ്കാരികമായ ഉന്നത നിലവാരം നമ്മളെല്ലാം പുലർത്തണം. ആ രീതിയിൽ മാത്രമേ നമുക്ക് കേരളത്തിൽ ഒരു ശാന്തമായ അന്തരീക്ഷം നമുക്കുണ്ടാവുകയുള്ളൂ. ഇപ്പം ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും കുട്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചേത്ത് വിളിക്കുന്നതും തെറി വിളിക്കുന്നതും തമ്മിലടിക്കുന്നതും വയലൻസിലേക്ക് പോകുന്നതും
നമ്മുടെ പോലീസിനെ ആക്രമിക്കുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു സംഗതി തീർച്ചയായിട്ടും നമ്മൾ സമൂഹത്തിൽ നിന്ന് ഇതുപോലെയുള്ള ചീത്തവിളികളും അതുപോലെയൊക്കെ നമ്മൾ മാറ്റിയെടുക്കുന്ന നല്ല സംസ്കാരമുള്ള നല്ല രാഷ്ട്രീയ ബോധമുള്ള ഒരു ജനതയായിട്ട് ഇന്ത്യയിൽ അറിയപ്പെടാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം എന്നാണ് ഞാൻ പറയുന്നത്.